വൈഫിന് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്, ആ ഒരു സംശയവും ഇല്ല. ലെവലേശം പുറകോട്ട് പോകുകയില്ല. ഇല്ല 100%. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഒരു കോൾ ചെയ്യാൻ പറ്റുമോ വൈഫിന്, ആ ഭാര്യയെ വിളിച്ചിട്ട് നിങ്ങളെ വാഗമണിൽ വെച്ചൊരു മോശം സാഹചര്യം? അല്ലല്ല, അത് നമുക്ക് വിളിക്കാം നമ്മുടെ ഇവിടെ നാളുണ്ടല്ലോ, വിളിക്കാം. ചാനലിൽ നമ്മൾ വിളിക്കുകയാണ്, ഇന്നപോലെ നിങ്ങളെ വളരെ ഒരു മോശം സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ തന്നെ ചെയ്താലോ, വളരെ മോശം സാഹചര്യത്തിൽ താങ്കളെ കാണുകയും നിങ്ങൾ രണ്ടുപേരെയും കാണുകയും ആ വാഗമണിൽ കാണുകയും ഫോൺ, ഞങ്ങളിപ്പോ ജനങ്ങളാ, അവിടുത്തെ പൊതുജനങ്ങളാ, നിങ്ങളെ ഒരു ഇത് ഞങ്ങള് എന്താ പറയുക സദാചാര ഗുണ്ടായിസം കാണിച്ച് നിങ്ങളെ ഫോൺ തട്ടിപ്പറിച്ച് ഞങ്ങള് ഭാര്യനെ വിളിക്കുകയാണ് എന്ന രീതിയിൽ, ആ രീതിയിൽ ഞങ്ങള് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആദ്യം എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നാണ്, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ തമ്മിൽ സിങ്ക് ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ, എന്തായിരിക്കും റിയാക്ഷൻ എന്നാ വിശ്വസിക്കുന്നത്? വിളിച്ചു നോക്കാം. എങ്കിൽ പോലും നിങ്ങൾക്ക് വിളിച്ചു നോക്കി ഞാൻ പറയാനേക്കായിട്ട് നല്ലത് നേരിട്ടത്. അല്ല എങ്കിൽ പോലും എന്തായിരിക്കും? മൂപ്പർക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഷൂട്ടിനെ വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവും. ഒന്നാമതായി മനസ്സിലാവും. പിന്നെ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ദേഷ്യപ്പെടുമായിരിക്കും. എന്നെ അല്ല ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക. ഹലോ ഹലോ, ഇത് പ്രതീഷിന്റെ വൈഫാണോ? ഇപ്പൊ നിങ്ങൾ എവിടെയാ ഉള്ളത്? ആണോ? നിങ്ങളുടെ ഭർത്താവ്? അതെ, നിങ്ങളുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അതായത് നിങ്ങളുടെ ഭർത്താവിനെയും വേറൊരു സ്ത്രീയെയും ഞങ്ങളിവിടെ വളരെ മോശമായ രീതിയിൽ കണ്ടു, വളരെ മോശമായ രീതിയിൽ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കട്ടൻസ് പണിക്കാരാ. എൻ്റെ പേര് തിലോത്തമൻ എന്നാണ്, തിലോത്തമൻ. ഹലോ കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന പോലെ മോശമായിട്ട് രീതിയിൽ കണ്ടപ്പോൾ ഞാനിപ്പോൾ ഫോൺ മേടിച്ച് നിങ്ങളെ വിളിക്കുന്നതാണ്. ഇപ്പൊ ഇത് വാഗമണ്ണിന്നാണ് ഞാൻ വിളിക്കുന്നത്. എറണാകുളത്തുനിന്ന് വാഗമണ്ണിന് ഇത്രയും ദൂരമൊന്നും ഇല്ലല്ലോ. ചിലപ്പോ അങ്ങോട്ട് പോയതാണെങ്കിലോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ മോശമായ, ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് വല്ല വട്ടുവല്ലോ ഉണ്ടോ നിങ്ങളെ അയാളുടെ ഫോണിനെ പിടിച്ച് പറിച്ച് മേടിച്ച് നിങ്ങളെ വിളിച്ച് ഇങ്ങനെ പറയാൻ? ഇതുപോലെ മോശമായ സാഹചര്യത്തിൽ കോലാലമേട് പള്ളിയുടെ തൊട്ട് താഴെ വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്, ഒരു കാറിന്റെ അകത്ത്. ആള് മാറിപ്പോയെങ്കിൽ എങ്ങനെയാണ് മേഡം നിങ്ങളുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുന്നത്? നിങ്ങൾ പൊട്ടി വല്ലോ ആണോ? ഏട്ടനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക, കെട്ടിയിട്ടിരിക്കുക. എവിടെ കൊടുക്കാൻ? ചേച്ചിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നിലവില് കണ്ടിരിക്കുന്നത് മറ്റേ, അതിനുശേഷം ഇവിടെ കുറെ പേര് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവര് ഏതൊക്കെ ആൽബം ഒക്കെ ചെയ്യുന്ന, എന്തോ രേണു എന്നങ്ങനെ. ചേച്ചി ചിരിച്ച് നശിപ്പിച്ച്. സത്യം പറഞ്ഞാൽ ഞങ്ങള് ചാനലിൽ നിന്ന് ഒരു പ്രാങ്ക് കോൾ ചെയ്ത കേട്ടോ. ഇവര് സത്യത്തിൽ ഇങ്ങനെ പോയെന്ന് വല്ലതും യഥാർത്ഥത്തിൽ ആരെങ്കിലും വിളിച്ചാൽ എന്തായിരിക്കും ചേച്ചിയുടെ ഒരു പ്രതികരണം? എന്തായിരിക്കും? അത്രയും വിശ്വാസ ഭർത്താവിനെ? ജേണു ചേച്ചിനെയോ? നല്ല വിശ്വാസം അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒരു, ചേച്ചി ചിരിച്ചില്ലായിരുന്നു ഞാൻ കുറച്ചും കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനെ. ചേച്ചി ചിരിച്ച് നശിപ്പിച്ച്